അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ജബലുർ റഹ്മ എന്ന് പറയുന്ന മലയുടെ മുകളിലാണ്. കാരുണ്യത്തിന്റെ പർവ്വതം എന്നാണ് അർത്ഥം. നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കി, എല്ലാരും അങ്ങോട്ട് നോക്കി. മഞ്ഞ ബോർഡുകൾ ഇങ്ങനെ കാണാൻ നോക്കി, കാണില്ലേ? ആ മഞ്ഞ ബോർഡിന്റെ ഉള്ളിലാണ് അറഫ മൈതാനി. ഇവിടെയാണെന്നുള്ളത് ഈ കാണുന്ന വിശാലമായ മരുഭൂമിയാണ് അറഫ മൈതാനി. 40 ലക്ഷം ആളുകളും 50 ലക്ഷം ആളുകളും ഒരുമിച്ച് കൂടിയാലും അറഫ മൈതാനി കാലിയാണ്. മനസ്സിലായില്ലേ? ഇനി കൊണ്ടൊക്കെ ആ മരങ്ങളൊക്കെ കണ്ടെങ്കിൽ ഈ മരമൊക്കെ വെച്ച് പിടിപ്പിച്ച മരങ്ങളൊക്കെ ഇപ്പൊ എടുത്തുണ്ടായതാണ്. മുമ്പിങ്ങനെ മരമൊന്നുമില്ല. പിന്നെ അതിനിടയിൽ കുറെ പൈപ്പുകൾ കാണാം. കൃത്രിമമായ പെയ്യിപ്പിക്കാനുള്ളതാണ്. കൃത്രിമമായ പെയ്യിപ്പിക്കാൻ ആരുണ്ട്. ഇനി അതാ 4, 5, 6 മിനാറ് കണ്ടിട്ടുള്ളത് പള്ളി കണ്ടില്ലേ? അതാണ് അറഫയിലെ പള്ളി. എന്താണ്? മസ്ജിദുൻ നമിറ എന്ന് പറയാ. എന്താ പറയാ? അവിടെ വെച്ചുകൊണ്ടാണ് അറഫന്റെ അന്ന് രാവിലെ പ്രസംഗം നടത്തല്. എന്റെ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു പണ്ഡിതനായിരുന്നു. അതിപ്പടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവിടെ വെച്ചുകൊണ്ടാണ് അറഫയിലെ ലോക മുസ്ലിമീങ്ങളെ പ്രസംഗം ശ്രദ്ധിക്കുന്ന പ്രസംഗമാണ് ആ പള്ളിയിൽ വെച്ചുകൊണ്ട് നടത്താറുള്ളത് കേട്ടോ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയാണ് ദുൽഹജ്ജ് 9 അങ്ങോട്ട്. ദുൽഹജ്ജ് 9 അന്ന് എന്താണ്? അല്ലാഹു വരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുൽഹജ്ജ് 9 അന്ന് സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയത് മുതൽ പെരുന്നാളിന്റെ അന്ന് പ്രഭാതം വരെയാണ് നിൽക്കേണ്ട ടൈം. അത് അഫ്ളലായ ടൈം ഏതാ വെച്ചാൽ ഇന്നത്തെ ദിവസം അവസാനിക്കുക, നാളത്തെ ദിവസം തുടങ്ങുക. അതേതാ? മഗ്‌രിബ്. ആ ടൈമിലാണ് ത്വാക്ക്. അന്നേരത്ത് ഇവിടെ കണ്ണീരൊലിപ്പിച്ച് കൽബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമങ്ങൾക്ക് കണക്കെ. കാരണം ഓരോ ആടിനാണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? രോമണ്ട. ആ രോമങ്ങൾക്ക് കണക്കെ അള്ളാഹു അടിമകളുടെ പാപങ്ങളെ പൊറുക്കപ്പെടുന്ന ദിവസമാണ് അറഫ. ഒരു സഹാബി എണീച്ച് ചോദിച്ചു, നബിയെ, വലിയ തെറ്റീരാണല്ലോ, അയാളെ പാപം പൊറുക്കപ്പെടുമോ? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, വലൗ കാന സുബ്ദൽ ബഹരി, സമുദ്രത്തിന്റെ അത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും ശരി, അവന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും അറഫയിൽ വെച്ചുകൊണ്ടെന്ന് മുഹമ്മദ് നബി. അള്ളാഹു അറഫയിൽ സംഗമിക്കാനും പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് ദ്വാർക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. കാരണം അറഫയിൽ വെച്ചുകൊണ്ട് ഒരാളിന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അവനാണ് ഏറ്റവും വലിയ നിർഭാഗ്യവനെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ തായ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് മുത്തുനബി വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സൂചന നൽകിയതും. അത് അത്രയും ശ്രേഷ്ഠനല്ലൊരു സ്ഥലമാണ്. ഇവിടെ നിസ്കാരം അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. നമുക്ക് ചെറുതായിട്ട് നാം ദ്വാരക്കാൻ. എല്ലാവരും അങ്ങോട്ട് നോക്കിയെന്നാണ്. എല്ലാവരും അങ്ങോട്ട് നോക്കി. സലാം അലൈക്കും യാ റസൂൽ, സലാം അലൈക്കും യാ ഹബീബ്, സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും കൽ ബദ്റു അലൈനാ فاختفت منه الجذور مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات يا حبيبي يا محمد يا أرسل خافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي
عليكم صلوات الله عليكم. الحمد لله رب العالمين. آمين. حمدا يوافي نعمه ويكافئ مزيدا. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمമായ മലിക്കുൽ മുലൂക്കായ രാജാധിരാജനായ അല്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട അറഫ മൈതാനിയിലെ ജബലുർ റഹ്മയിലെ സാധുക്കളായ ഞങ്ങൾ നിൽക്കുന്നത് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ജീവിതത്തിന്റെ ദുർബലമായ നിമിഷങ്ങളിൽ അന്ന് പോയി ചെറുതും വലുതുമായ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിൽ നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ നൽകണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പാപികളാണ്, ദോഷികളാണ് റഹ്മാനെ. അറഫ മൈതാനിയിലെ പ്രാർത്ഥനയാണ് കബൂലാക്കണേ അല്ലാഹ്. പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. മലയുടെ മുകളിലേക്ക് പലരും കയറി വന്നത് ബാഹുവേ, കാലുകൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. സുന്നത്ത് നൽകണേ അല്ലാഹ്. ഓരോ ചവിട്ടെടുക്കും ഞങ്ങളെ പാപങ്ങളെ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളെ ഹസനാത്തുകളെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. സയ്യിആത്തുകളെ മായ്ച്ചു കളയണേ അല്ലാഹ്. കുറച്ചവനെ ഞങ്ങളെ കൂട്ടത്തിൽ രോഗികളുണ്ടല്ലോ, ഞങ്ങളെ കുടുംബത്തിലുണ്ട് റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട്. പരിപൂർണ സുഖ നൽകണേ അല്ലാഹ്. രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. കുറച്ചവനെ കിഡ്നിക്ക് സുഖം നൽകല്ലേ അല്ലാഹ്. ശരീരത്തിന് പോക്ക് നൽകല്ലേ അല്ലാഹ്. ക്യാൻസർ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ നൽകല്ലേ അല്ലാഹ്. വെള്ളപ്പാണ്ട് നൽകല്ലേ അല്ലാഹ്. കുഷ്ഠം നൽകല്ലേ അല്ലാഹ്. ജനങ്ങൾ വെറുക്കുന്ന ഒരു രോഗവും നൽകല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിലോ ഭാര്യമാരുടെ ശരീരത്തിലോ മക്കളുടെ ശരീരത്തിലോ ഞങ്ങളെ കുടുംബത്തില് ഞങ്ങളെ ആരുടെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ ഈ സമയം നീ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഹജ്ജിന് വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. ഞാനും എന്റെ കൂടെയും എന്റെ ഗ്രൂപ്പുമൊക്കെ ഉണ്ട്, ഇവിടെ വരാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ ഹജ്ജ് ചെയ്യാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ തിരിച്ചു വിളിക്കല്ലേ അല്ലാഹ്. പഠിച്ചവനെ ഈ മണ്ണിലേക്ക് ഞങ്ങൾ വന്നത് നീ കബൂലാക്കണേ അല്ലാഹ്. കഅബ തവാഫ് ചെയ്തത്, സഅയ് ചെയ്തത്, ഉംറകൾ ചെയ്തത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അടച്ചവനെ റബ്ബേ, ഞങ്ങളെ കൈകാലുകളെ തളർത്തല്ല അല്ലാഹ്. തളർത്തല്ല അല്ലാഹ്. മക്കളെ കൈകാലുകളെ തളർത്തല്ല അല്ലാഹ്. ഞങ്ങളെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട്, നീ ഞങ്ങളെ ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട് പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുവേ. വിവാഹ പ്രായത്തിൽ നിൽക്കുന്ന